അങ്ങനെ എന്താണ് ലാദിനെ കൊലപ്പെടുത്തിയതിനു ശേഷം അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്നും CIA ലഭിച്ചത്? ഈ ഫയലുകൾ ഒരിക്കലും പുറം ലോകം കാണാൻ പാടില്ല എന്ന തീരുമാനത്തിലേക്ക് അവർ എന്തുകൊണ്ട് എത്തിച്ചേർന്നു? അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്നും കണ്ടെത്തിയ മെസ്സേജുകളും വീഡിയോകളും ഫോട്ടോഗ്രാഫുകളും ഇവ പുറം ലോകം അറിഞ്ഞാൽ എന്താണ് പ്രശ്നം? ലാദിനെ പറ്റി അതുവരെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു. അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. What are your future plans? You'll see them and hear about them in the media. അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസിയായ CIAക്ക് ലാദിൻ്റെ ഫയലുകൾ ലഭിച്ചിരുന്നു. അവർ ആ ഫയലിൽ തിരഞ്ഞത് അൽ-ഖയ്ദയുടെ കഴിഞ്ഞ ചരിത്രമാണ്. എന്നാൽ ആ ഫയലിന് കഴിഞ്ഞ ചരിത്രത്തെ മാത്രമല്ല, മറിച്ച് അൽ-ഖയ്ദയുടെ ഭാവിയെപ്പറ്റിയും ലാദിനെ പറ്റിയും വരുംകാല അവരുടെ നേതാവിനെ പറ്റിയുമുള്ള വിവരങ്ങൾ അതിലുണ്ടായിരുന്നു. 2 മെയ് 2011 പാകിസ്ഥാനിലെ അബ്ദാബാദിൽ ഹെലികോപ്റ്ററിൽ ഒരു സംഘം ലാദിനെ തപ്പി കോമ്പൗണ്ടിൽ ഇറങ്ങുന്നു. അന്നുവരെ ലോകത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈ പ്രൊഫൈൽ റെയ്ഡായിരുന്നു ഇത്. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു: ലോകത്തിലെ തന്നെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് പേഴ്സണായ ഒസാമ ബിൻ ലാദനെ കൊലപ്പെടുത്തുക. എയർപോർട്ടുകളിൽ തുടങ്ങി തന്റെ ഹോംലാൻഡിൽ പോലും ബാൻ ആയിട്ടുള്ള വ്യക്തി, ഒരൊറ്റ ദിവസം കൊണ്ട് 3000-ലധികം ജനങ്ങളെ കൊലപ്പെടുത്തിയ വ്യക്തി. അമേരിക്കയുടെ 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവസാനം ലാദിൻ പിടിക്കപ്പെടുന്നത്. ഈ ഒരു മിഷൻ അവർ പേര് നൽകിയത് ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്നാണ്. 23 നേവി സീൽ കമാൻഡോ, 2 ഹെലികോപ്റ്ററുകൾ. ഇവരുടെ ലക്ഷ്യം ഒരാൾ മാത്രം: ഒസാമ ബിൻ ലാദിൻ. ഏതൊരവസ്ഥയിലും ഇയാളെ കൊലപ്പെടുത്തുക. ഇയാളെ കൊലപ്പെടുത്തിയത് കൊണ്ട് മാത്രം ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആകുന്നില്ല. അവിടെ തങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻഷ്യലും സീക്രട്ടുമായിട്ടുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവർ 18 മിനിറ്റ് എക്സ്ട്രാ ഈ ഒരു മിഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. ടീമിനവിടെ വളരെ വലിയ തോതിലുള്ള ഡിജിറ്റൽ എക്യുപ്മെന്റ്സുകൾ കാണാൻ സാധിച്ചു. ഒട്ടും സമയം കളയാതെ അവർ ഇതെല്ലാം സീൽ ചെയ്തു. അവർക്കവിടെ 5 കമ്പ്യൂട്ടറുകളും 100-ലധികം USB ഡ്രൈവുകളും DVDകളും മൊബൈൽ ഫോണുകളും കണ്ടെത്താൻ സാധിച്ചു. ഈ മറ്റീരിയലുകളിൽ നിന്നും എന്താണ് കണ്ടെത്തിയത് എന്ന് ഞാൻ പറയുന്നതിന് മുൻപ്, എന്ത് കാരണത്താലാണ് ലാദിനെ സൗദി അറേബ്യയിൽ ബാൻ ചെയ്തത് എന്ന് നിങ്ങൾ അറിയണം. സൗദിയിലെ തന്നെ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ലാദിൻ ജനിക്കുന്നത്. ലാദിന്റെ അച്ഛൻ വളരെയധികം ധനികനും കൂടാതെ മതപണ്ഡിതനുമായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സൗദിയിൽ വളരെ വലിയ തോതിലുള്ള പ്രിവിലേജുകൾ ലഭിച്ചിരുന്നു. ഹജ്ജിനായി പ്രതിവർഷം സൗദിയിൽ ഇസ്ലാമിക് ജനത വരുമ്പോൾ അതിൽ മതപണ്ഡിതന്മാരെ പോലും ഹോസ്റ്റ് ചെയ്തിരുന്നത് ലാദിന്റെ ഫാമിലി ആയിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ അവരെ കാണാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും ലാദിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ആ ഒരു ചോദ്യത്തിന്റെ പ്രാധാന്യം: എന്തുകൊണ്ട് സൗദിയിൽ ഇത്രയധികം റിലീജിയസ് ആയ ലാദിനെ ബാൻ ചെയ്തു? ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം ലാദിൻ എക്സ്ട്രീമിസം ഫോളോ ചെയ്തതാണ്. ലാദിന്റെ അമ്മ പറയുന്നതനുസരിച്ച് ലാദിൻ കോളേജ് കാലഘട്ടം മുതലേ തന്നെ ഇസ്ലാമിക് എക്സ്ട്രീമിസം പിന്തുടർന്നു വന്നിരുന്നു. ഒസാമ ജഡ്ഡ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന കാലഘട്ടം. സാധാരണ ഒരു വ്യക്തിയായി കടന്നുപോയിക്കൊണ്ടിരുന്ന അയാളുടെ ജീവിതത്തിൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന ഒരു ഓർഗനൈസേഷൻ വന്നു ചേരുന്നു. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒസാമയുടെ അമ്മയുടെ അഭിപ്രായത്തിൽ ഇവരാണ് വാസ്തവത്തിൽ ഒസാമയെ ബ്രെയിൻ വാഷ് ചെയ്തത്. മുസ്ലിം സുപ്രീമസിയുടെ പേരിൽ അയാളെ ഇവർ റാഡിക്കലൈസ് ചെയ്തു. തുടർന്ന് USSR അഫ്ഗാനിസ്ഥാനെ ഇൻവേഡ് ചെയ്തതും ഇയാളുടെ ഉള്ളിൽ ഇസ്ലാമിക് എക്സ്ട്രീമിസം കൂടാൻ കാരണമായി. പതിയെ യുദ്ധത്തിൽ അഫ്ഗാനിസ്ഥാനെ സഹായിക്കാനായി സീക്രട്ട് ഗ്രൂപ്പുകളെ അയാൾ അയച്ചു തുടങ്ങി. അഫ്ഗാനിസ്ഥാനിലെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുമായി ചേർന്ന് ഇയാൾ പുതിയ സഖ്യങ്ങൾ രൂപീകരിച്ചു. തന്റെ പണത്തിന്റെയും കണക്ഷൻസിന്റെയും ബലത്തിൽ സൗദി അറേബ്യയിൽ നിന്നും ഇയാൾ വളരെ വലിയ തോതിൽ ആളുകളെ യുദ്ധത്തിനായി റിക്രൂട്ട് ചെയ്തു. തന്റെ കണക്ഷന്റെ സഹായത്തോടെ ഫണ്ട് റേസ് ചെയ്യുക എന്നതും ലാദിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായി. അങ്ങനെ 1984 കൂടി പേഷാവറിൽ സ്വന്തമായ ഒരു ബേസ് ബിൽഡ് ചെയ്യാൻ ലാദിന് സാധിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയേഴ്സിന് ലാദിൻ സ്വയമേ ട്രെയിനിങ് നൽകാൻ തുടങ്ങി. അങ്ങനെ ലാദിന്റെ നേതൃത്വത്തിൽ അൽ-ഖയ്ദ എന്ന ടെറർ ഓർഗനൈസേഷൻ ഇവിടെ ഉടലെടുക്കുകയാണ്. മറുവശത്ത് മിഡിൽ ഈസ്റ്റിൽ ഇറാഖിന്റെ ഭരണാധികാരിയായി സദാം ഹുസൈൻ ഉയർന്നു വരുന്നു. തന്റെ എക്സ്പാൻഷനിസ്റ്റ് പോളിസിയുടെ സഹായത്തോടെ കുവൈറ്റിനെയും പിന്നീട് സൗദി അറേബ്യയും കീഴടക്കാനാണ് അയാൾ ആദ്യം ശ്രമിച്ചത്. ഈ വിവരമറിഞ്ഞ ലാദിന് ഒരു ഇരിക്കപ്പുറത്തി ഉണ്ടായിരുന്നില്ല. എത്ര വില കൊടുത്താണെങ്കിലും ശരി, മക്കയെയും മദീനയെയും പ്രൊട്ടക്ട് ചെയ്യണം. ഈ കാരണത്താൽ തന്നെ സൗദി പ്രിൻസിന് ഇയാൾ ഒരു കത്ത് എഴുതുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ താൻ മൊബിലൈസ് ചെയ്തിട്ടുള്ള ആർമി ഇറാഖിനെതിരെയായി താൻ ഇറക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാദിന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ആ സമയത്ത് സൗദിയെ സഹായിക്കാൻ അമേരിക്ക മുന്നോട്ട് വരുന്നു. സൗദി അമേരിക്കയുമായി കൈകോർത്തത് ലാദിന് ഇഷ്ടമായില്ല. തന്റെ രാജ്യത്ത് യാതൊരു വിധത്തിലുമുള്ള വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് വരാൻ പാടില്ല. പ്യുവർ ഇസ്ലാമിക് പോളിസീസ് വേണം സൗദി ഫോളോ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ലാദിന്റെ റഡാറിൽ അമേരിക്കയും വന്നു. തന്റെ മുസ്ലിം സഹോദരങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇയാൾ ഒരു ഫത്വ അടിച്ചിറക്കി. ഇത് ഒരു പ്യുവർ ഇസ്ലാമിക് ബാറ്റിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അഫ്ഗാനിസ്ഥാനിൽ വന്ന് ട്രെയിനിങ് നടത്തണം. ഇങ്ങനെ ചെയ്യുക എന്നത് ഓരോ മുസൽമാന്റെയും കർത്തവ്യമാണ്. ലാദിന്റെ മാനിപ്പുലേറ്റീവ് ഗെയിം മനസ്സിലാക്കിയ സൗദി ലാദിന് മുകളിൽ ട്രാവൽ ബാൻ ഏർപ്പെടുത്തി. തുടർന്ന് പല പ്രാവശ്യവും സൗദി ലാദിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും ഫലം കണ്ടില്ല. ചില റിപ്പോർട്ടുകൾ പ്രകാരം US സൗദിക്ക് ലാദിന്റെ ബോഡി ഓഫർ ചെയ്തതാണ്. എന്നാൽ അവർ പൂർണ്ണമായും അതിനെ നിരാകരിച്ചു. സൗദിക്ക് ശേഷം ലാദിന്റെ അടുത്ത റിസൈഡിംഗ് പ്ലേസ് എന്നത് പാകിസ്ഥാനാണ്. എന്നാൽ അവർക്കും ലാദിന്റെ ബോഡി ലഭിച്ചില്ല. I think that there had to be some sort of support network for bin Laden
inside of Pakistan. തന്റെ ഈ ഒരു ഇന്റർവ്യൂവിൽ ഒബാമ ഓപ്പണായി പറഞ്ഞൊരു കാര്യമുണ്ട്. പാകിസ്ഥാനിൽ ലാദനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പാകിസ്ഥാന് ബോഡി കൊടുക്കുന്നത് പോയിട്ട് പാകിസ്ഥാനെ കൂടെ കൂട്ടാൻ പോലും അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒബാമയുടെ ഈ ഒരു ഡിസിഷൻ ഒരുപക്ഷെ പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടതായി വരും. हीरो है हमारा जी, 80s का हीरो है, बिल्कुल ओसामा बिन लादेन हमारा हीरो. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ലാദൻ ഒരു ഹീറോ ആയിരുന്നു. ലാദിന്റെ മരണം കൊണ്ട് മാത്രം ഈ ഒരു മിഷൻ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്കാണ് അയാളുടെ ബോഡി ആദ്യം കൊണ്ടുപോയത്. DNA ലാബ് ഐഡന്റിഫിക്കേഷന് ശേഷം 12 മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം US എയർക്രാഫ്റ്റ് കാരിയറിലേക്കാണ് അയാളുടെ ബോഡി കൊണ്ടുപോയത്. കാരിയറിലെത്തിയതിനു ശേഷം ആസ് പെർ ദി പ്ലാൻ അവർ വീണ്ടും ഈ ഒരു ബോഡി ഐഡന്റിഫിക്കേഷൻ നടത്തി. ഇത് ലാദിന്റെ ബോഡി തന്നെയാണോ എന്ന് അവർ വീണ്ടും പുനർപരിശോധന നടത്തി. ലാദിന്റെ ബോഡിയാണിതെന്ന് അവർ സ്ഥിരീകരിക്കുകയും പിന്നീട് ഇസ്ലാമിക് ലോ അനുസരിച്ച് ലാദിന്റെ ബോഡിയെ എല്ലാ വിധത്തിലുമുള്ള കർമ്മത്തിലൂടെ കടത്തിവിടുകയും ചെയ്തു. അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള മത ആചാരങ്ങൾക്ക് ശേഷം ലാദിന്റെ ബോഡി അറേബ്യൻ സീയിലേക്ക് എന്നേക്കുമായി USA ഒഴുക്കിക്കളഞ്ഞു. വെറി പൂണ്ട ലാദിൻ എന്ന അധ്യായം അങ്ങനെ അവസാനം അവിടെ അവസാനിച്ചു. ഇനി നമുക്ക് എന്താണ് ലാദിന്റെ ഫയലുകളിൽ നിന്നും ലഭിച്ചതെന്ന് നോക്കാം. ഓപ്പറേഷൻ നെപ്റ്റ്യൂണിൽ CIAക്ക് ലഭിച്ച ആ ഫയലുകൾ അവർ പലതായി ക്ലാസിഫൈ ചെയ്തു. അന്ന് വരെ ലാദിനെ പറ്റി മനസ്സിലാക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും തെറ്റാണെന്ന് ഈ ഫയലുകൾ തെളിയിച്ചു. അൽ-ഖയ്ദയിൽ ലാദിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിരിക്കുന്നു. അങ്ങനെയായിരുന്നു ഈ ഒരു ഫയൽ കിട്ടുന്നതിന് മുൻപ് വരെ എല്ലാവരും കരുതിയിരുന്നത്. ലാദിൻ പറയാൻ വേണ്ടി മാത്രമുള്ളൊരു ലീഡറാണ്. അൽ-ഖയ്ദയിൽ അയാളുടെ പ്രാധാന്യമെല്ലാം നഷ്ടമായിരിക്കുന്നു. ഒരു സിംബോളിക് ഹെഡ് മാത്രമാണ് ഇപ്പോൾ ലാദിൻ. അൽ-ഖയ്ദയിൽ ഇപ്പോൾ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഒട്ടും തന്നെ ഇല്ലാത്തൊരു വ്യക്തിയാണ് ലാദിൻ എന്ന ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അബ്ദാബാദിലെ ആ ഒരു കോമ്പൗണ്ടിൽ ഇയാൾ യാതൊരുവിധ ഇന്റർനെറ്റ് സൗകര്യമോ മൊബൈൽ ഫോണുകളോ ഇല്ലാതെ തന്നെ അൽ-ഖയ്ദയ്ക്കായി ഫ്ലാഷ് ഡ്രൈവുകളുടെയും കൊറിയർ സർവീസിന്റെയും സഹായത്തോടെ വലിയൊരു മാസ്റ്റർ ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്. The Al-Qaeda facilitator who served as Osama bin Laden's personal courier and the man who ultimately led CIA intelligence analysts and the Navy SEALs to bin Laden himself. അബു അഹമ്മദ് അൽ കുവൈത്തി ഇതായിരുന്നു കൊറിയർ സിസ്റ്റത്തിന്റെ പേര്. ലാദിനെ ഓപ്പൺ വേൾഡുമായി കണക്ട് ചെയ്യുന്ന അയാളുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ. ലാദിൻ തന്റെ ഓർഡറുകളെയും മെസ്സേജുകളെയും ഒരു ഫ്ലാഷ് ഡ്രൈവിൽ സേവ് ചെയ്ത് നേരെ കുവൈത്തിക്ക് നൽകുന്നു. തുടർന്ന് ഇയാൾ ഇന്റർനെറ്റ് കഫയിലെത്തുകയും പിന്നീട് അൽ-ഖയ്ദയ്ക്ക് മുഴുവനായി ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. ലാദിനെ സംബന്ധിച്ചിടത്തോളം വളരെ സീക്രട്ടും എഫിഷ്യന്റുമായിട്ടുള്ളൊരു സിസ്റ്റമായിരുന്നു ഇത്. എന്നാൽ ഏത് സിസ്റ്റത്തിലാണോ ലാദിൻ വിശ്വസിച്ചത് അതേ സിസ്റ്റം തന്നെയാണ് ലാദിന്റെ മരണത്തിനും കാരണമായത്. കുവൈത്തിയെ ചേസ് ചെയ്താണ് CIA ലാദിനെ ആ ഒരു കോമ്പൗണ്ടിൽ കണ്ടെത്തിയത്. ഒസാമ ഫ്ലാഷ് ഡ്രൈവിൽ നൽകിയിരുന്ന ഈ മെസ്സേജുകൾ ചെറിയ മെസ്സേജുകളൊന്നും തന്നെ ആയിരുന്നില്ല. മറിച്ച് അമേരിക്കൻസിനെയും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെയും മാസ് എമൗണ്ടിൽ കൊലപ്പെടുത്തുക എന്ന മെസ്സേജ് ആയിരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടെറർ അറ്റാക്കിന് 10 വർഷങ്ങൾക്ക് ശേഷം അതിലും വലിയൊരു ടെറർ അറ്റാക്കാണ് ലാദിൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ ലാദിന്റെ പ്ലാൻ അത്ര ചെറുതായിരുന്നില്ല. മറിച്ച് റെയിൽവേ ട്രാക്കുകളായിരുന്നു അയാളുടെ ആദ്യ ലക്ഷ്യം. ഇവയെ ഡിസ്ബാലൻസ് ആക്കുക, അതിനുശേഷം ഓയിൽ ടാങ്കറുകളെ നശിപ്പിക്കുക, തുടർന്ന് 9/11 അറ്റാക്കിനെ പോലെ ഒരു തവണ കൂടി പ്ലെയിൻ ക്രാഷിംഗ് നടത്തുക. അമേരിക്ക എന്ന രാജ്യം പൂർണ്ണമായും നശിക്കണം. ജനങ്ങളുടെ ഉള്ളിൽ ഭയവും ഭീതിയും ഉണ്ടാകണം. സ്വന്തം ഗവൺമെന്റിനെ അവർ തന്നെ നശിപ്പിക്കണം. ഓരോ കുടുംബങ്ങളെയും നശിപ്പിക്കാൻ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ലാദിൻ ആ ഒരു കോമ്പൗണ്ടിൽ തന്റെ കുടുംബവുമായിരുന്നു ആ സമയത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പുറത്തുനിന്ന് എത്രയധികം ക്രൂരനായി ഇയാളെ നമുക്ക് കാണാൻ കഴിയുന്നുവോ അത്രത്തോളം ഉള്ളിൽ ഭയം നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു ലാദിൻ. ലാദിൻ തന്റെ ഭാര്യയ്ക്ക് എഴുതിയ ഒരു കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇറാനിലെ ഡെന്റൽ ക്ലിനിക് വിസിറ്റിന്റെ സമയത്ത് ഒരുപക്ഷെ നിന്റെ പല്ലിൽ ക്യാമറ പോലും ഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക. 2017 CIA ലാദിന്റെ പക്കൽ നിന്നും കണ്ടെത്തിയ 19 പേജുള്ള ഒരു അറബിക് ഡോക്യുമെന്റ് പുറത്തുവിടുന്നു. ഈ ഡോക്യുമെന്റ് പ്രധാനമായും പറഞ്ഞുകൊണ്ടിരുന്നത് ഷിയ ഇറാൻ, സുന്നി അൽ-ഖയ്ദ ഇവർ കൈകോർക്കുകയാണ് അമേരിക്കയ്ക്കെതിരായി. ഇവർ ജന്മനാ ശത്രുക്കളാണ്, എന്നാൽ അമേരിക്കയെ തീർക്കാൻ ഇവർ കൈകോർക്കുന്നു. 1991-92 കാലഘട്ടങ്ങളിൽ സുഡാനിലാണ് ആദ്യമായി അമേരിക്കയ്ക്കെതിരായ ഹെയ്റ്റ് ഔട്ട്റീച്ച് ആരംഭിക്കുന്നത്. ഈ ഒരു ഡോക്യുമെന്റിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി കാണാനാകും. ആരാണോ അമേരിക്കയ്ക്കെതിരായി സ്ട്രൈക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരെ ഇറാൻ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യും. ഇറാൻ അൽ-ഖയ്ദയ്ക്കായി തങ്ങളുടെ സ്റ്റേറ്റ് സ്പോൺസേഡ് റവല്യൂഷണറി ഗാർഡ്സിനെയാണ് അപ്പോയിന്റ് ചെയ്തത്. അൽ-ഖയ്ദ എന്ന ടെറർ ഓർഗനൈസേഷന് വേണ്ട എല്ലാ വിധത്തിലുമുള്ള സപ്പോർട്ട് ആ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഇറാനാണ്. തുടർന്ന് CIAക്ക് ഹംസ ബിൻ ലാദിന്റെ ഒരു കല്യാണ വീഡിയോ കാണാൻ സാധിക്കുന്നു. ഇതാദ്യമായായിരുന്നു അൽ-ഖയ്ദയുടെ വരുംകാല ലീഡറായ ഹംസയുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ പുറം ലോകം കാണുന്നത്. എന്നാൽ ഇതൊന്നും വാസ്തവത്തിൽ ഒരു ട്വിസ്റ്റ് ആയിരുന്നു എന്ന് പറയാൻ കഴിയില്ല. ലാദിന്റെ കമ്പ്യൂട്ടറിൽ നിന്നും കണ്ടെത്തിയ ആ എവിഡൻസുകളാണ്
ഇയാളുടെ പബ്ലിക് ഇമേജിനെ തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കിയത്. ഒരു വശത്ത് അമേരിക്ക ഇമ്മോറൽ ആണെന്നും അവരെ ബഹിഷ്കരിക്കണമെന്നും പറയുന്ന ലാദിൻ അയാളുടെ കമ്പ്യൂട്ടറിൽ അമേരിക്കൻ മൂവീസ്, ആനിമേറ്റഡ് മൂവീസ്, സീരീസ് ആൻഡ് ഡിസ്നി ഇവയെല്ലാം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. CIA ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നത് തൻ്റെ കുട്ടികൾക്ക് വേണ്ടിയായിരിക്കാം ലാദിൻ ഇവയെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക എന്നാണ്. വെസ്റ്റേൺ ഇൻഫ്ലുവൻസിനെ വളരെയധികം വെറുക്കുന്ന ലാദിനെ പോലൊരു വ്യക്തി തൻ്റെ കുട്ടികൾക്കായി ഇതുപോലുള്ള ഷോസ് ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മൂവീസിലോ സീരീസിലോ മാത്രം ഉണ്ടാകുന്നൊരു ലിസ്റ്റ് അല്ല ഇത്. CIA പല അമേരിക്കൻ ഗെയിംസും ഇൻക്ലൂഡിംഗ് കൗണ്ടർ സ്ട്രൈക്ക് പോലും ലാദിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം തന്നെപ്പറ്റി ഇറക്കിയിട്ടുള്ള ഡോക്യുമെന്ററികളും ഇയാളുടെ കമ്പ്യൂട്ടറിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ലാദിനെ പറ്റി അറിയണമെങ്കിൽ ആദ്യം അയാളുടെ ലൈബ്രറിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. ഒരു വശത്ത് ലാദിൻ്റെ പേഴ്സണൽ ലൈബ്രറിയിൽ അമേരിക്കയുടെ സ്ട്രാറ്റജീസിനെയും മിലിറ്ററി സ്ട്രെങ്തിനെയും അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷനെയും പറ്റി പഠിക്കുമ്പോൾ മറുവശത്ത് അയാൾ പഠിച്ചുകൊണ്ടിരുന്നത് കോൺസ്പിറസി തിയറികളാണ്. ലാദിൻ്റെ ഈ ഒരു വശത്തെപ്പറ്റി വാസ്തവത്തിൽ ആർക്കും അറിയില്ലായിരുന്നു എന്നതാണ് സത്യം. തൻ്റെ കരങ്ങളാൽ താൻ നടത്തിയ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അമേരിക്കയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് അതായിരുന്നു അയാൾക്ക് അറിയേണ്ടത്. ഫോർ എക്സാമ്പിൾ ദ ന്യൂ പേർൾ ഹാർബർ. ഈ ഒരു വർക്കിൽ പറയുന്നത് അമേരിക്ക തന്നെയാണ് 9/11 അറ്റാക്ക് നടത്തിയതെന്നാണ്. കൂടാതെ ബ്ലഡ് ലൈൻസ് ഓഫ് ദി ഇല്യൂമിനാറ്റി ഒരു സീക്രട്ട് ഓർഗനൈസേഷനാണ് മുഴുവൻ സമൂഹത്തെയും നയിക്കുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഏത് വ്യക്തിയാണോ 9/11 അറ്റാക്കിന്റെ സൂത്രധാരനായിരുന്നത് അയാൾക്ക് അറിയണമായിരുന്നു തൻ്റെ പ്രവർത്തനങ്ങളെ ഏതെല്ലാം രീതിയിലാണ് അമേരിക്കയിൽ പ്രദർശിപ്പിക്കുന്നതെന്ന്. ലാദിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും ലഭിച്ച എല്ലാ ഇൻഫർമേഷനുകളും CIA ഒരിക്കലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്നതും കറപ്റ്റഡും കോപ്പിറൈറ്റഡുമായിട്ടുള്ള മെറ്റീരിയൽസ് അവർ അൺപബ്ലിഷ്ഡ് ആയി തന്നെ സൂക്ഷിച്ചു. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ലാദിൻ്റെ പേഴ്സണൽ കളക്ഷൻ പോർണോഗ്രാഫിക് മെറ്റീരിയൽസ് മാത്രമായിരുന്നു ഇതിനുണ്ടായിരുന്നത്. അതായത് ഒസാമ ബിൻ ലാദൻ എന്ന ഈ ഒരു വ്യക്തി ഒരു പോർൺ അഡിക്റ്റ് ആയിരുന്നു. എക്കാലത്തും ഇസ്ലാമിക് സുപ്രീമസിയെ പറ്റി ഘോരഘോരം ഘോഷിച്ചുകൊണ്ടിരുന്ന ഇയാൾ തന്നെയാണ് ഇങ്ങനെയെല്ലാം കാണിച്ചുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. അമേരിക്കയെ ഇമ്മോറലായി ചിത്രീകരിക്കുക, അവരുടെ പ്രവർത്തനങ്ങൾ ശരിയല്ലെന്ന് പറയുക, താൻ പഠിച്ചു വന്ന വാല്യൂസും മൊറാലിറ്റിയും മാത്രമാണ് ശരി, അമേരിക്ക സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ലാദിൻ എന്ന വ്യക്തിയുടെ കമ്പ്യൂട്ടറിൽ നിന്നുമാണ് ഇതെല്ലാം കിട്ടിയത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇവയ്ക്ക് പുറമെ ഫയലുകളുടെ ഇടയിൽ നിന്നും അൽ-ഖൈദ ജോബ് ആപ്ലിക്കേഷനും CIA കരസ്ഥമാക്കാൻ സാധിച്ചു. ആരെയും വിറപ്പിക്കുന്ന ചില ചോദ്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. നിങ്ങളെ എന്നെങ്കിലും കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ ജയിലിൽ പോയിട്ടുണ്ടോ? നിങ്ങളുടെ ജിഹാദിന്റെ വഴിയിൽ ഏത് ലക്ഷ്യത്തെ പ്രാപിക്കാനാണ് ആഗ്രഹിക്കുന്നത്? അവസാനമായി നിങ്ങൾ ഷഹീദായതിനു ശേഷം ഞങ്ങൾ ആരെ കോൺടാക്ട് ചെയ്യണം? എക്സ്ട്രീമിസത്തിൽ ആളുകൾ മരണപ്പെടുന്നു എന്നതല്ല പ്രശ്നം, മറിച്ച് ജീവനോടെ പലരും മരണപ്പെടുന്നു. തന്റെ ചോദ്യം ചെയ്യാനുള്ള ശക്തിയെ അവർ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുന്നു. തന്നിലേക്ക് കുത്തിവെക്കുന്ന പല വിവരമില്ലായ്മയും അവർ പൂർണ്ണമായും അംഗീകരിക്കുന്നു. പകയും വെറുപ്പും അവരുടെ ഉള്ളിലെ മാനവികതയെ ഇല്ലാതാക്കുന്നു. റാഷണലും സയന്റിഫിക്കുമായി ചിന്തിക്കുന്നതിന് പകരം അവർ ചിലരെ മാത്രം വിശ്വസിക്കുന്നു. അവരാണ് ശരിയെന്ന് കരുതുന്നു. ഞാൻ മാത്രമാണ് ശരി, എന്നിലേക്ക് കുത്തിവെച്ചിട്ടുള്ള ചിന്താധാര മാത്രമാണ് ശരി. അങ്ങനെ അവർ പതിയെ സാമൂഹ്യ വിരുദ്ധരായി മാറുന്നു. അവസാനമായി എനിക്ക് നിങ്ങളോട് ഇത്ര മാത്രമാണ് പറയാനുള്ളത്. മുകളിൽ ആരും നിങ്ങൾക്ക് സ്വർഗമോ താഴെ നരകമോ ഉണ്ടാക്കിയിട്ടില്ല. വെറുപ്പ് മാറ്റിവെച്ച് മനുഷ്യരെ മനുഷ്യരായി കാണാൻ പഠിക്കൂ. മറ്റെല്ലാ വീഡിയോകളെ പോലെയും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യാനും വീഡിയോ പരമാവധി കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.